ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് കുമാർ. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഫൈബർ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാ പറയേണ്ട ആവശ്യം, നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്ക് ഒരു 250 ഗ്രാം മുതൽ 350 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ശരിക്കും. കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയും. കാരണം കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ എത്ര കൂടുതൽ കഴിക്കുന്നു അത്രയും ഷുഗർ ശരീരത്തിൽ വരും. പഴയ കാലത്ത് വന്നിരുന്നില്ല. പഴയ കാലത്ത് ആൾക്കാർ വളരെയധികം അധ്വാനിച്ചിരുന്നു. പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അത് കഴിഞ്ഞാൽ 10 മണിക്ക് കഞ്ഞി കുടിക്കും, വീണ്ടും ഉച്ചയ്ക്ക് ചോറ്, പിന്നെ വൈകിട്ട് ചോറ്, ചിലപ്പോൾ 4 മണിക്കും ചോറുണ്ട്. ഫുൾ ടൈം നമ്മൾ ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ്, കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കും. അപ്പോൾ അധ്വാനിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നമുക്ക് കിട്ടും. കാരണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈം എനർജിയാണ്. ഏറ്റവും അത്യാവശ്യമുള്ള എനർജി, കൂടുതൽ എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. പക്ഷേ നമ്മളത് അധ്വാനിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, പഴയ പോലെ അധ്വാനങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫൈബർ നിങ്ങൾ ആലോചിക്കുക. ഫൈബർ കഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആൾക്കാർ പറയും എന്തിനാ ഫൈബറിൻ്റെ ആവശ്യം എന്താണ്, അവർക്ക് എന്താണ് സാധനം, സാധാരണക്കാർക്ക് അറിയില്ല ഫൈബർ എന്താണ്. ഫൈബർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടാറ്റോ, ഇതിൽ നല്ല സൂപ്പർ ഫൈബറാണുള്ളത്. ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ ഫൈബർ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്പർ 1 എന്താണ്, നമ്മുടെ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ ഫൈബർ വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അതുകൊണ്ടാണ് ഫൈബറുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നത്. ഇപ്പോൾ ചോറ്, വൈറ്റ് റൈസിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ വീറ്റ് കഴിക്കുമ്പോൾ എന്താണ്, വീറ്റിൽ നല്ല ഫൈബർ. ആ സമയത്ത് നമ്മൾ കടയിൽ നിന്ന് ഇത് മേടിക്കും, ഗോതമ്പ് പൊടി മേടിക്കുമ്പോൾ അതിൽ മൈദ മിക്സ് ഉണ്ടാവും. നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കഴുകി ഉണക്കി നമ്മൾ ഗോതമ്പ് പൊടിച്ച് വയ്ക്കുക. അതാണ് നമ്പർ 1 പ്യുവർ ഗോതമ്പ്. അതുകൊണ്ട് നമ്മളൊരു 2 റൊട്ടി 3 റൊട്ടി മാക്സിമം ഒരു 4 റൊട്ടി കഴിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് ഫൈബർ കിട്ടും. അപ്പോൾ പഴയ കാലത്ത് ആൾക്കാരും അധ്വാനിച്ചിരുന്നു. അപ്പോൾ അധ്വാനിക്കുന്നത് കൊണ്ട് അവർക്ക് എത്ര കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വീട്ടിൽ ലേഡീസ് അന്ന് അതായത് അലക്ക് കല്ലിൽ തുണികൾ കഴുകും, താഴെ ഇരുന്നു കൊണ്ട് തുണി കൊണ്ട് തുടയ്ക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, വിറക് കത്തിക്കും. ഇപ്പം എല്ലാ സൗകര്യങ്ങളും കൂടി, വാഷിംഗ് മെഷീൻ, എല്ലാ സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോഡി ശരിക്ക് നമ്മൾ കഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി കാർബോഹൈഡ്രേറ്റിൻ്റെ ഈ കാര്യങ്ങൾ ഇപ്പോൾ വന്നത്. കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, ബൈ.